നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് വീട് നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് ദാ പിടിച്ച ഒരു കിടിലൻ വീട്. നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് പുളിയോറക്കുളം കാവിൻപുറത്തായിട്ട് 4 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 BHKയിലാണ് ഈ പ്രോപ്പർട്ടി പണിയെടുപ്പിച്ചിട്ടുള്ളത്. പ്രോപ്പർട്ടിക്ക് ചുറ്റുമായിട്ട് നല്ല രീതിയിലുള്ള ഇന്റർലോക്ക് അവർ കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ വലിയൊരു കാറിനെ പാർക്ക് ചെയ്യാനുള്ള കാർ പാർക്കിംഗ് ഏരിയ ഈ സൈഡിലായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. ആ കാർ പാർക്കിംഗ് ഏരിയ വിട്ട് ഈ സൈഡിൽ അത്യാവശ്യം സ്പേസ് തന്നെ നമുക്ക് വേണ്ടി ഇവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വാട്ടർ സോഴ്സ് ആയിട്ട് പൈപ്പ് ലൈനാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ വീടിന് ചെറിയ രീതിയിലുള്ള ഒരു സിറ്റ് ഔട്ട് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സിറ്റ് ഔട്ടിൽ അത്യാവശ്യം നമുക്ക് സോഫ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്പേസ് തന്നെ നമുക്ക് വേണ്ടി ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ ദർശനം വരുന്നത് വടക്ക് ദർശനമാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഈ സൈഡിലൊക്കെ നല്ല രീതിയിലുള്ള വുഡ് ഫിനിഷിലുള്ള ടൈൽ വർക്ക് ഇവര് ഈ വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ചുവരിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് പ്ലാവിൽ പണിയെടുപ്പിച്ചിട്ടുള്ള വലിയൊരു ഡബിൾ ഡോർ തന്നെയാണ് നമുക്ക് വേണ്ടി ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ വീടിനകത്തേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളാണ് നമുക്ക് വേണ്ടി ഇവരുടെ കൊടുത്തിട്ടുള്ളത്. ഈ ഹാളിന്റെ സീലിംഗിൽ നല്ല രീതിയിലുള്ള പാനലിംഗ് വർക്കുകൾ നമുക്ക് വേണ്ടി ഇവരുടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലോട്ട് വരുമ്പോൾ നല്ല രീതിയിലുള്ള പാനലിംഗ് വർക്കോട് കൂടി വലിയൊരു TV യൂണിറ്റിനെ നമുക്ക് വേണ്ടി ഇവരുടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ TV യൂണിറ്റിന്റെ ഈ സൈഡിൽ നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ വീടിന് വീഗാർഡിന്റെ VLs ആണ്, ബ്രാൻഡഡ് കമ്പനിയായ വീഗാർഡിന്റെ VLs ആണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലായിട്ട് നമുക്ക് ഹാളിൽ തന്നെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് നല്ല വലിയൊരു ജനാല തന്നെ നമുക്ക് വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തോട്ട് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൈനിങ് ഏരിയയും ഹാൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു സെൽഫ് റാക്ക് എന്നിവരിവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളെ തിങ്സ് ഒക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു സെൽഫ് റാക്ക് എന്നിവിടെ ഉണ്ട്. അത് പിന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഡൈനിങ് ഏരിയയാണ് നമുക്ക് വേണ്ടി ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഡൈനിങ് ഏരിയയുടെ സീലിംഗിലും നല്ല രീതിയിലുള്ള ലൈറ്റ് വർക്കുകൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഡൈനിങ് ഏരിയയില് നല്ല രീതിയിലുള്ള ഒരു ജനാല എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ഒരു ജനാല തന്നെ നമുക്ക് വേണ്ടി ഇവരുടെ കൊടുത്തിട്ടുണ്ട്. നൂതന മോഡലുള്ള ഒരു ഓപ്പൺ മോഡുലാർ കിച്ചണാണ് നമുക്ക് വേണ്ടി ഇവരുടെ കൊടുത്തിട്ടുള്ളത്. ഈ കിച്ചണിന്റെ തറയിലായിട്ട് ഒരു വുഡ് ഫിനിഷിലുള്ള സ്റ്റെയിൽ വർക്കുകളാണ് ഇവരുടെ കൊടുത്തിട്ടുള്ളത്. ഈ കിച്ചണിന്റെ കബോർഡുകളെല്ലാം തന്നെ ഒരു പീച്ച് ഷെയ്ഡിലും അതുകൊണ്ട് ഒരു വൈറ്റ് ഷെയ്ഡിലുള്ള കബോർഡ് വർക്കുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എല്ലാം നൂതന മോഡലുള്ള കബോർഡ് വർക്കുകളാണ് നമുക്ക് വേണ്ടി ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ കിച്ചണിൽ നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകൾ നമുക്ക് വേണ്ടി ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സൈഡിലായിട്ട് നമ്മളെ ഫ്രിഡ്ജ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പവർ ഫ്ലഗ് നമുക്ക് വേണ്ടി ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി പുറത്തോട്ട് ഈ ഡോർ പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു നനകല്ല് നമ്മളെ ഈ സൈഡിലായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു നനകല്ല് നമുക്ക് വേണ്ടി ഇവരിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ സൈഡിൽ സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് നമ്മളെ വാഷിംഗ് മെഷീൻ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പവർ ഫ്ലഗും പൈപ്പ് കണക്ഷനും നമുക്ക് കാണാൻ പറ്റും. ഈ വീടിന്റെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് വേണ്ടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള നല്ല ഡിസൈൻ വർക്കോട് കൂടി ഒരു ജനാല തന്നെ നമുക്ക് വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാർഡ്രോബ് തന്നെ നമുക്ക് വേണ്ടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു വാർഡ്രോബ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വാർഡ്രോബിന്റെ ഈ സൈഡിലായിട്ട് നല്ല രീതിയിലുള്ള ഡ്രസ്സിംഗ് യൂണിറ്റ് നമുക്ക് വേണ്ടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലൂടെ നമ്മൾ വരുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ബാത്റൂം തന്നെ നമുക്ക് വേണ്ടി ഇവിടെ നല്ല രീതിയിൽ പ്ലംബിംഗ് വർക്കോട് കൂടി നല്ലൊരു ബാത്റൂം തന്നെ നമുക്ക് വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് വേണ്ടി ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിന്റെ ഈ സൈഡിലാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ജനാല തന്നെ നമുക്ക് വേണ്ടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മറ്റേ ബെഡ്റൂമിൽ കണ്ടതുപോലെ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള
വലിയൊരു വാർഡ്രോബിനെ നമുക്ക് വേണ്ടി ഇതിലൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാർഡ്രോബിന്റെ ഈ സെറ്റിലായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു ബാത്റൂം തന്നെ നമുക്ക് വേണ്ടി ഇതിലൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് നമുക്ക് വേണ്ടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിന് എയർ സർക്കുലേഷൻ വേണ്ടി അത്യാവശ്യം വലിപ്പമുള്ള ഒരു ജനാലയം നമുക്ക് വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു വാർഡ്രോബ് ഈ ബെഡ്റൂമിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വാർഡ്രോബിന്റെ ഈ സൈഡിലായിട്ട് നല്ല രീതിയിലുള്ള ഡ്രസ്സിംഗ് യൂണിറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് നമുക്ക് വേണ്ടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീടിന്റെ ടെറസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വാട്ടർ പ്രൂഫിംഗ് ഈ വീടിന്റെ ടെറസ് മൊത്തം ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീടിന് വാട്ടർ സ്റ്റോറേജ് ആയിട്ട് നമുക്ക് 750 ലിറ്ററിന്റെ 2 വാട്ടർ ടാങ്കുകളാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. ഇത്രയും നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് സ്ഥിതി ചെയ്യുന്ന ഇത്രയും നല്ലൊരു വീടിന് ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 53 ലക്ഷം രൂപ മാത്രമാണ്. ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വീട് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക.